ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ രാവിലെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ക്ലീൻ ആക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു നേരം പൊക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒടുക്കായപ്പോൾ ഞാൻ തന്നെ മടുത്തു കേട്ടോ. എന്തുമാത്രം തുണികളായിരുന്നു മടക്കാനുണ്ടായിരുന്നത്. അതുപോലെ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരേ സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാനായിട്ട് പോവുകയാണ്. ആദ്യം കർട്ടൻസൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതൊരു തയ്യൽ മെഷീനായിട്ട് ഇരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഒരനക്കവും ഇല്ലാണ്ടിരിക്കുന്ന തയ്യൽ മെഷീനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാനിങ്ങനെ വീക്കെൻഡ്സ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അലക്കിയിട്ട് കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ എൻ്റെ ബാഗായിട്ടും അതും ഇതൊക്കെ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഞാൻ എൻ്റെ കട്ടിലേക്ക് അങ്ങിട്ടേക്കാണ്. കട്ടിൽ കിടക്കുന്നത് നമ്മുടെ ലൂബനാണ് കേട്ടോ. ലൂബൻ എന്ന് പറഞ്ഞാൽ 2-3 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ കർട്ടനൊക്കെ ഞാൻ കുറേ നാൾ കൂടിയാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജനൽ മൊത്തത്തിൽ മാറാല പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിത്തുടച്ച് മാറ്റിയെടുക്കണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളെല്ലാം തന്നെ കട്ടിലിൽ നിന്ന് മാറ്റിയിട്ട് വേണം ആ പൊടിയൊക്കെ വാരിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഒരു ഭാണ്ഡക്കെട്ട് മാതിരി കെട്ടാനുള്ള പുറപ്പാടാണ് കേട്ടോ. അതെല്ലാം ഞാൻ കെട്ടിപ്പിറക്കിയിട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്നത് ഹാളിലേക്കാണ്. അപ്പോൾ ആദ്യം കിടന്ന ഡ്രസ്സൊക്കെ എടുത്താണ് കേട്ടോ ആ മേശപ്പുറത്തല്ല ലൂബൻ്റെ മേത്തേക്ക് ഇട്ടേക്കുന്നത്. എന്നിട്ട് ബെഡ്ഷീറ്റോട് കൂടി തന്നെ ഞാനിങ്ങനെ മടക്കി എടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ടിൽ വലിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. ഞാൻ തന്നെയാണ് കട്ടിൽ വലിച്ച് അങ്ങേ മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പല്ലി അതിൻ്റെ ഇടയിൽക്കൂടെ ചാടിപ്പോയി. ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഒന്നും കൂടി വലിക്കുമ്പോൾ അതിലൂടെ പോകുന്നത് കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. നല്ല ഡാർക്ക് കളറായിരുന്നു അതിന്. അത് ഇതിലേക്കോ പോയിട്ടുണ്ട്. അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ. ഇതിലെ പോയിന്നറിയില്ല. അപ്പോൾ എന്തായാലും ഈ കട്ടിലൊന്ന് നീക്കിയിട്ട് വേണം. ആ ഒരു സൈഡിൽ കുറേ പൊടി ചാടി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങ് തുടങ്ങുകയാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ സമയം എന്ന് പറഞ്ഞാൽ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യം വേണ്ടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എനർജി ബോട്ടിലാണ് നമ്മുടെ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ പാട്ട് ഇല്ലാണ്ട് എനിക്കൊരു പണി ചെയ്യാനായിട്ട് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. ഏതെങ്കിലും ഒരു നല്ല പാട്ട് ഇങ്ങനെ സ്പോട്ടിഫൈയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നല്ലൊരു പാട്ട് വന്നു. ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി എനർജി കൂടിയെന്ന് തന്നെ പറയാം. ഞാൻ പണി അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം അമ്മ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ നീളം കൂട്ടാനും സാധിക്കും. നമുക്ക് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് നമ്മുടെ ഫാനൊക്കെ തുടയ്ക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പൊടിയൊക്കെ നല്ലോണം അത് അതിൻ്റെ ആ ഫെദർ വെച്ചിട്ട് നല്ലോണം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സാധനമാണ് കേട്ടോ അത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പൊടിയൊക്കെ അത്യാവശ്യം ഞാൻ ഇത് വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ ജനലും കൂടിയാണ് തുടയ്ക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും കേട്ടോ.
അപ്പോൾ എന്തായാലും ജനൽ ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ പൊടിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് ഷാമ്പുവും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു വേസ്റ്റ് തുണി വെച്ചിട്ടാണ് ഞാൻ അവിടുത്തെ പൊടി എപ്പോഴും തൂത്തിട്ടിരിക്കുന്നത്. കുറേ സമയം ഇങ്ങനെ തൂത്ത് ഞാൻ ആകെ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി ഒഴിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടൈലാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈലിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ഇങ്ങനെ തൂത്തെടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീട് തുടയ്ക്കാറുണ്ടെങ്കിലും ജനലിൻ്റെ ആ സൈഡൊന്നും അത്രയ്ക്ക് തുടയ്ക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. തുടയ്ക്കാനായിട്ട് അവിടെ കട്ടിൽ കിടക്കുന്നത് കൊണ്ട് അതൊക്കെ മാറ്റിയും മറിച്ചൊക്കെ എടുത്തിട്ട് തുടയ്ക്കണ്ടേ. അത് തന്നെയാണ് മെയിൻ തുടയ്ക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ കട്ടിലിരിക്കുന്നത് എൻ്റെ കുറേ ബുക്സും പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷും പെയിൻറ്റ്സൊക്കെയാണ് കേട്ടോ. കുറേ നാളായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഞാൻ എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ ഞാനത് മംഗളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, കോട്ടയത്തായിരുന്നു അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിരുന്ന പേഴ്സൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കളയുമ്പോൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണമല്ലോ, അത് ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വല്ല എട്ടുകാലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കി ശ്രദ്ധിച്ചാണ് ഞാനതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത്. പിന്നെ എൻ്റെ ഈ അടിക്കലും വാരലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈശ്വര ഈ നൂറ്റാണ്ടിലെങ്ങും ഈ കൊച്ചി ഈ റൂം അടിച്ച് വാരിയിട്ടില്ലായിരിക്കും എന്ന്. അടിച്ച് വാരാറൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇരിക്കുന്ന 2 കവറെന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയത്ത് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടക്കുന്ന എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റാണ്. പിന്നെ എൻ്റെ ബാഗ്, പിന്നെ കുറച്ച് പേപ്പേഴ്സ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് എടുത്ത് കൂട്ടി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അതെടുത്ത് കളയാനായിട്ട് ഞാൻ മറന്നു പോകും. പിന്നെ ആ സൈഡിൽ കുറേ നാളായിട്ട് ആ ഒരു 2 ബിഗ് ഷോപ്പർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് എൻ്റെ ശരിക്കുള്ള കിളി പോകുന്നത്. കാരണം എനിക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ എനിക്കിത് ക്ലീൻ ചെയ്ത് വെക്കലാണ് പരിപാടിയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും അവിടെ എന്തെങ്കിലും എടുക്കാനായിട്ട് ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ എൻ്റെ പെർഫ്യൂംസൊക്കെ വെക്കുന്നത് ഞാൻ ആ മൂലയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് കൈ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടി എല്ലാം അലങ്കോലമായി പോകും. അപ്പോൾ അങ്ങനെ ഞാൻ അലങ്കോലമായി പോയിട്ട് ജസ്റ്റ് ഡെയിലി എന്ന് പറയാനായിട്ട് 1 ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മിക്കപ്പോഴും ഞാനത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ റൂമിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കോസ്മെറ്റിക് സാധനങ്ങളിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആഴ്ചയിൽ അല്ലെങ്കിൽ 1 ഇടവിട്ട ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യുന്നത് അവിടെ തന്നെയാണ്. പിന്നെ ഈ ഒരു കമ്മൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പകുതിയും കാണാനില്ല കേട്ടോ. കാണാനില്ല എന്നല്ല, അമ്മ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഓരോ ദിവസം വന്ന് അത് തട്ടി ഇത് തട്ടി അങ്ങനെ മറിച്ചടിക്കലാണ് പരിപാടി. ഏകദേശം എൻ്റെ റൂം ഒന്ന് ക്ലീനായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് മോപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തുടയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് അവിടെ ഇരുന്ന ആ പച്ച ബോട്ടിലാണ് കേട്ടോ. അതിനകത്തിരിക്കുന്ന ആ ഒരു ലോഷനാണ്. നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ്. ഇത് 2ാമത്തെ തവണയാണ് വീട്ടിൽ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിതേ ഈ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. ഈ ബെഡ്ഷീറ്റാണ് എൻ്റെ ഫേവറേറ്റ് ബെഡ്ഷീറ്റ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. അതായത് നീളം അധികമായതുകൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്ത ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഞാനാണ് ആ ബെഡ്ഷീറ്റ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെഡൊക്കെ ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റൂം ഏകദേശം ഒന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. ഇത് 2 മാറ്റിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.